BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഡിസൈർ കലരിക്കൽ ബസാർ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. ഹെഡ്ജ് വെൽത്ത് മാനേജ്മെന്റ് സർവീസസ്. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. ഫോർഡ് വാഹനങ്ങളുടെ അംഗീകൃത ഡീലറായ മലയാള ഫോർഡ് 5 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഇപ്പോഴിതാ തൊടുപുഴയിലും. അത്തിക്കൽ ആർക്കേഡ്, 4 ലൈൻ ബൈപ്പാസ്, തൊടുപുഴ. കെയർവെൽ ഡെന്റൽ ക്ലിനിക് ആൻഡ് റൂട്ട് കനാൽ സെന്റർ, ഗ്രൗണ്ട് ഫ്ലോർ, എലീസ പ്ലാസ, മങ്ങാട്ടുകവല, തൊടുപുഴ. ഫോൺ 8304816190. വിശ്വസ്തത, മിതമായ വില. സിയോൺ ഫർണിച്ചേഴ്സ്, മൂവാറ്റുപുഴ റോഡ്, ഇടയ്ക്കാട്ടുകയറ്റം, തൊടുപുഴ. ഫോൺ 9747795519. Malabar Gold and Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയിലാ. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് മൂന്നാറിലുണ്ടായ കയ്യേറ്റങ്ങൾ, മൂന്നാർ ഒഴിപ്പിക്കലിന്റെ ഉപജ്ഞാതാവായ VS അച്യുതാനന്ദൻ കാണാതെ പോയത് ദൗർഭാഗ്യകരമായി പോയെന്ന് CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനവും നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SSLC +2 പരീക്ഷയിലെ ക്രമക്കേടിനെ പറ്റി സമഗ്ര അന്വേഷണം നടത്തുക, കുട്ടികളെ വഞ്ചിച്ചതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTIയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷന് സമീപം സായാഹ്ന ധർണ നടത്തി. ജനകീയ സമരത്തെ തുടർന്ന് നാലുവരിപ്പാതയിൽ അടച്ചുപൂട്ടിയ ബിവറേജസ് ഔട്ട്ലെറ്റ് വീണ്ടും തുറക്കുവാനുള്ള നടപടികളിൽ നിന്നും അധികാരികൾ പിന്മാറണമെന്ന് ജനകീയ സമരസമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി നടത്തുന്ന തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഇടുക്കി ജില്ലാ ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ നിർവഹിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് മൂന്നാറിലുണ്ടായ കയ്യേറ്റങ്ങൾ, മൂന്നാർ ഒഴിപ്പിക്കലിന്റെ ഉപജ്ഞാതാവായ VS അച്യുതാനന്ദൻ കാണാതെ പോയത് ദൗർഭാഗ്യകരമായി പോയെന്ന് CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ. പ്രതിപക്ഷ നേതാവായിരുന്നിട്ടും ഇക്കാര്യത്തിൽ അദ്ദേഹം താൽപര്യം പ്രകടിപ്പിച്ചതായി കാണുന്നില്ല. S രാജേന്ദ്രൻ MLA കയ്യേറ്റക്കാരനാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയ VS ഒരുപക്ഷെ ഓർമ്മക്കുറവുണ്ടാകാം UDF ഭരണകാലത്തെ കയ്യേറ്റങ്ങളെക്കുറിച്ച് ഓർക്കാത്തത്. അദ്ദേഹത്തിന്റെ ഉപദേശകരോ മൂന്നാറിന്റെ കാര്യത്തിൽ ഇപ്പോൾ നിഗൂഢ താൽപര്യം പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങളോ അന്ന് ഇക്കാര്യം VSന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമില്ല. 8 സെന്റ് പട്ടയമുള്ള രാജേന്ദ്രനെ കയ്യേറ്റക്കാരനാണ് ചിലരുടെ നീക്കം. തൊടുപുഴയിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു KK ജയചന്ദ്രൻ. രവീന്ദ്രൻ പട്ടയത്തിൽ 530 പട്ടയം കൊടുത്തിരിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് സഖാവ് നയനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി ഇസ്മായിലാണ്, ജോസഫ് ഇവിടുത്തെ മന്ത്രിയാണ്, ഡിഗ്രിയുടെ മന്ത്രി. അപ്പോൾ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു. പട്ടയം കൊടുക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തി. കളക്ടറാണ് രവീന്ദ്രനെ ചുമതലപ്പെടുത്തിയത്. എന്തായാലും രവീന്ദ്രൻ തയ്യാറാക്കിയ 530 പട്ടയം തൊടുപുഴ വെച്ചാണ് വിതരണം ചെയ്തത്. അന്ന് നിങ്ങളുടെ മുൻഗാമികളായ പത്രക്കാരൻ നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ
പട്ടയമാണ്, വ്യാജമാണെന്ന് പറയുന്നത്. അതിനകത്ത് വ്യാജമുണ്ടോ ഇല്ലയോ എന്നൊക്കെ വെരിഫൈ ചെയ്ത് നോക്കണം, എനിക്കറിയില്ല. 530 കാര്യം എനിക്കറിയില്ല. ഇത് മുഴുവനും മൂന്നാറിലാണെന്നാണ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിലൊരു ചെറിയ നമ്പർ മാത്രമേ മൂന്നാറിലുള്ളൂ. ബാക്കി മുഴുവൻ ദേവളം താലൂക്കിലെ അന്നത്തെ കുട്ടമ്പുഴ വരെയുള്ള മാമലകണ്ഠം വരെയുള്ള പ്രദേശങ്ങളിൽ ഉള്ള ആളുകൾക്കാണ് പട്ടയം കൊടുത്തിരിക്കുന്നത്. ആ പട്ടയത്തിൽ കളക്ടർ ചെയ്യേണ്ട ജോലി അദ്ദേഹമാണ് തന്നെ ചുമതലപ്പെടുത്തിയത്. അതിന് ഈ പാവപ്പെട്ട കൃഷിക്കാരെ എന്താ പറയുന്നത്? യഥാർത്ഥത്തിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റാതിരുന്ന കളക്ടറല്ലേ ഉത്തരവാദി. VS മൂന്നാറിൽ വരുന്നതിനെ പാർട്ടി ജില്ലാ നേതൃത്വം എതിർത്തിട്ടില്ല. മറ്റാരുടെയെങ്കിലും താല്പര്യത്തിന് വഴങ്ങിയാണ് VSന്റെ നിലപാടുകൾ എന്ന് കരുതുന്നില്ല. പുന്നപ്ര വയലാർ സമരനായകനായ VSനെ അങ്ങനെ സ്വാധീനിക്കാൻ ആർക്കും കഴിയില്ല. VS മൂന്നാറിൽ വന്ന ജില്ലാ സെക്രട്ടറി ഒപ്പമുണ്ടാവുമെന്ന ചോദ്യത്തിന് വരട്ടെ നോക്കാമെന്നായിരുന്നു ജയചന്ദ്രന്റെ മറുപടി. മൂന്നാറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പിന് അനുമതി വേണമെന്ന ഹൈക്കോടതി വിധി ദേവികുളം സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് പാവപ്പെട്ടവരെ വലച്ചതിനെതിരെയാണ് CPM സമരം നടത്തിയത്. മൂന്നാർ എന്നതിന്റെ പരിധി ഇപ്പോൾ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലേക്ക് വരെ ചില ഉദ്യോഗസ്ഥർ വ്യാപിപ്പിച്ചു. വട്ടവടയിലെയും കൊട്ടക്കാമ്പൂരിലെയും കർഷകർ 5 സെന്റ് ഭൂമിയുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ 70 കിലോമീറ്റർ സഞ്ചരിച്ച് ദേവികുളം RDO ഓഫീസിലെത്തണമെന്ന മനുഷ്യത്വരഹിത ഉത്തരവിനെയാണ് CPM ചോദ്യം ചെയ്തത്. ഏത് ഭൂരേഖയും സബ് കളക്ടർക്ക് പരിശോധിക്കാം, പക്ഷേ അത് പാവപ്പെട്ടവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത്. അതാത് സ്ഥലങ്ങളിൽ സിറ്റിംഗ് നടത്തി ഭൂരേഖ പരിശോധിക്കട്ടെ എന്ന CPM നിർദ്ദേശം സബ് കളക്ടർ അവഗണിച്ചപ്പോഴാണ് പ്രക്ഷോഭത്തിനൊരുങ്ങിയത്. നട്ടുവളർത്തിയ മരം മുറിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട കർഷകന്റെ സ്വാഭാവിക പ്രതിഷേധമാണ് പ്രക്ഷോഭങ്ങളിൽ കണ്ടത്. സബ് കളക്ടറെ സ്ഥലം മാറ്റുക സമരത്തിന്റെ ലക്ഷ്യമായിരുന്നില്ല. ഉദ്യോഗസ്ഥനെതിരെയല്ല, നയത്തിനെതിരെയായിരുന്നു സമരം. മുഖ്യമന്ത്രിയുടെ ശക്തമായ ഇടപെടലിൽ ഇതിന് പരിഹാരം കണ്ടതുകൊണ്ടാണ് പ്രക്ഷോഭം പിൻവലിച്ചത്. മൂന്നാറിലെ പാവങ്ങൾ താമസിക്കുന്ന ഇക്കാനഗറിനെ കയ്യേറ്റക്കാരുടെ കേന്ദ്രമായി ചിത്രീകരിക്കുന്നത് ചില മാധ്യമങ്ങളുടെയും വൻകിട കയ്യേറ്റക്കാരുടെയും ഗൂഢാലോചനയാണ്. ഇക്കാനഗറിൽ CPMകാർ മാത്രമല്ല ഉള്ളത്, അവിടെ പകുതിയിലേറെ കോൺഗ്രസുകാരാണ്. അവരെയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കയ്യേറ്റക്കാരെന്ന് മുദ്രകുത്തിയത്. മൂന്നാറിലെ ഭൂമി 90% ടാറ്റയുടെ കയ്യിലാണ്. അത് വീണ്ടെടുക്കണമെന്ന് ആവശ്യപ്പെടാത്തവരാണ് 10% സർക്കാർ ഭൂമിയുടെ കുറച്ചു ഭാഗത്ത് കൂര കെട്ടി അന്തിയുറങ്ങുന്നവരെ കയ്യേറ്റക്കാരാകുന്നത്. S രാജേന്ദ്രൻ MLAയുടേത് നിയമപ്രകാരമുള്ള പട്ടയഭൂമിയാണ്. ഇത് സംബന്ധിച്ച കേസ് കോടതിയിൽ നിലനിൽക്കുന്നതിനാൽ കൂടുതൽ അഭിപ്രായം പറയുന്നില്ലെന്നും ജയചന്ദ്രൻ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി അംഗം VV മത്തായി, ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനവും നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ അമ്മുവിനും അല്ലുവിനും ജേക്കബിനും ഇനി കൂട്ടുകാരുടെ സ്നേഹസമ്മാനമായ ഭവനത്തിൽ അന്തിയുറങ്ങാം. മാർച്ച് 30 വ്യാഴാഴ്ച 10 മണിക്ക് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പുതിയ വീടിന്റെ താക്കോൽദാനം നിർവഹിക്കും. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ നടപ്പാക്കുന്ന സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന സംരംഭത്തിന്റെ 3ാമത്തെ വീടിന്റെ താക്കോൽദാനമാണ് നടക്കുന്നത്. നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിക്കും. കരിമണ്ണൂർ സ്കൂളിലെ എല്ലാ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിലുള്ള ഒരു സ്നേഹവീടാണ് നമ്മൾ ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത്. വളരെ നിർദ്ധനായിട്ടുള്ള 3 കുട്ടികൾ നമ്മുടെ ഇവിടെ പഠിച്ചുപോയ കുട്ടികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അപ്പോൾ എല്ലാവരും ഇതിനെ ആത്മാർത്ഥമായി സഹകരിച്ചു. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട്, അതായത് 3 മാസത്തിൽ താഴെ എടുത്തുള്ളൂ നമ്മൾ ഈ വീട് പൂർത്തിയാക്കാനായിട്ട്. ഇന്ന് തന്നെ വൈദ്യുത കണക്ഷൻ അവർക്ക് ലഭിക്കും. ആ കാര്യത്തിലൊക്കെ നമുക്ക് എല്ലാ അധികാരികളും വൈദ്യുത ബോർഡിൽ നിന്നപ്പോൾ വളരെ നല്ല ഒരു സഹായം ലഭിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് വൈദ്യുതി ലഭിക്കാൻ വേണ്ട എല്ലാ സഹായത്തെ നമുക്ക് ചെയ്തു തന്നു. അതുപോലെ എല്ലാ കാര്യം നമുക്ക് മെറ്റീരിയൽസ് എന്നവരൊക്കെ ആണെങ്കിലും വളരെ കുറഞ്ഞ ചെലവിൽ മെറ്റീരിയൽസൊക്കെ നമുക്ക് സപ്ലൈ ചെയ്തു. 564 സ്ക്വയർ ഫീറ്റുള്ള ഒരു ചെറിയ വീടിൻ്റെ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബുകളുടെ ഉദ്ഘാടനം. അതായത് ഇപ്രാവശ്യം MLA ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ ഹൈസ്കൂളിനും 5 ലക്ഷം രൂപ ഹയർ സെക്കൻഡറി സ്കൂളിനും അനുവദിച്ചു കിട്ടി. രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ, കരിമണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടോജോ പോൾ, വൈസ് പ്രസിഡന്റ് അൻസിത, പഞ്ചായത്ത് മെമ്പർ ദേവസ്യ, PTA പ്രസിഡന്റ് ജോസ് മാത്യു, MPTA പ്രസിഡന്റ് റീജ TG, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ കുഴിപ്പള്ളി, ഹെഡ് മാസ്റ്റർ ജോയിക്കുട്ടി ജോസഫ് എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ മാത്യു സ്റ്റീഫൻ, PTA പ്രസിഡന്റ് ജോസ് മാത്യു, പബ്ലിസിറ്റി കൺവീനർ ബിജു ജോസഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
SSLC +2 പരീക്ഷയിലെ ക്രമക്കേടിനെ പറ്റി സമഗ്ര അന്വേഷണം നടത്തുക, കുട്ടികളെ വഞ്ചിച്ചതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷന് സമീപം സായാഹ്ന ധർണ്ണ നടത്തി. മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ധർണ്ണ ഉദ്ഘാടനം ചെയ്തു. ഇത്തരമുള്ള പാവപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ, സാധാരണക്കാരായ കുട്ടികൾ ഉൾപ്പെടെ അവർക്കെല്ലാം ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടിട്ട് ഇന്ന് മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികള് അവർക്ക് വീടുകളിൽ നിന്ന് പുറത്തേക്ക് വിടുന്നതിന് പോലും വലിയ ഭയപ്പാടാണ്. ഒറ്റയ്ക്കൊരു കുട്ടിയെ വിടുന്നതിന് സാധാരണഗതിയിൽ ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ഭയമാണ്. പഠിക്കാൻ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിടാൻ ഭയമാണ്. ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിലേക്ക് വിടാൻ ഭയമാണ്. മറ്റ് പല കാര്യങ്ങൾക്കുമായി പുറത്തേക്ക് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ നേരത്തെയാണെങ്കിൽ ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയെ പറഞ്ഞു വിടുമ്പോഴായിരുന്നു, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒറ്റയ്ക്ക് വിടാനായിരുന്നു ഭയപ്പാടെങ്കിൽ ഇന്ന് കൊച്ചുകുട്ടികളെ പോലും നമ്മുടെ നാട്ടില് അവരുടെ ജീവിതം സുരക്ഷിതമല്ല. അവരെ ഒരിടത്തേക്കും വിടാൻ പാടില്ലാത്തൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നു എന്ന ആ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുന്നു. വളരെ കർക്കശമായ നിലപാടെടുക്കേണ്ട, നടപടിയെടുക്കേണ്ട പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ വളരെ ഗുരുതരമായ വീഴ്ചയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പല ആളുകളും കണ്ണിൽ ചോരയില്ലാത്ത ആളുകളാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത് എന്ന് ഈ കഴിഞ്ഞ 10 മാസക്കാലത്തിനിടയിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. ആർക്കും ആരെയും വിശ്വാസമില്ലാത്തൊരു സാഹചര്യം നിൽക്കുന്നു. ആരെയും അനുസരിക്കില്ലാത്തൊരു സാഹചര്യം നിൽക്കുന്നു. പോലീസ് സേനയിൽ ഉണ്ടാകേണ്ട അച്ചടക്കവും അതുപോലെ ഉണ്ടാകേണ്ട കാര്യക്ഷമതയും ഇന്ന് കേരളത്തിലെ പോലീസിന് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇല്ലാതായിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ പരിശോധിക്കണം. KPSTA സംസ്ഥാന സമിതി അംഗം റോയ് ടി ജോസ്, ആന്റണി, ജോളി മുരിങ്ങമറ്റം, ബിജോയ് മാത്യു, സജി മാത്യു, ബിജു ജോസഫ്, EP ജോർജ്, TB അജീഷ് കുമാർ, PM നാസർ, ഷിൻഡോ ജോർജ്, PN സന്തോഷ്, ജിസ് അലക്സ് എന്നിവർ പ്രസംഗിച്ചു. ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല അംഗനവാടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ തൊടുപുഴ നഗരസഭയിൽ ഉറുമ്പിപ്പാലത്ത് പ്രവർത്തിക്കുന്ന 112 നമ്പർ അംഗനവാടിയെ അഭിനന്ദിച്ചുകൊണ്ട് വെച്ച ഫ്ലക്സ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതിൽ വ്യാപക പ്രതിഷേധം. പോലീസ് സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സംസ്ഥാന അവാർഡ് കിട്ടി, അതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ കൊണ്ടാടിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പോസ്റ്റർ നമ്മൾ ഇവിടെ ഒട്ടിച്ചിരുന്നു. ഏതോ സാമൂഹ്യദ്രോഹികളോ ആരോ അതിനെ നഷ്ടപ്പെടുത്തിയത് ഞങ്ങൾക്ക് വളരെയധികം ഖേദമുണ്ട്. ശരിക്കും 2013 ടീച്ചർക്ക് ഇവിടുത്തെ സംസ്ഥാനത്തുള്ള ഏറ്റവും നല്ല അംഗൻവാടി ടീച്ചറിനുള്ള അവാർഡ് ലഭിച്ചത് നമ്മുടെ ഈ പ്രിയപ്പെട്ട അംഗൻവാടിക്കാണ്. അംഗൻവാടിയിലെ അധ്യാപികയായ അംബിക ദേവി ടീച്ചറിനാണ്. അതുപോലെ തന്നെ ഇപ്പം വീണ്ടും ഈ ഒരു വലിയ പുരസ്കാരം, അതായത് സംസ്ഥാനത്ത് മുഴുവനായി തിരഞ്ഞെടുത്തതിൽ വെച്ച് ഏറ്റവും നല്ല അംഗൻവാടിയായിട്ട് തിരഞ്ഞെടുത്ത നമ്മുടെ ഈ അംഗൻവാടിക്ക് ഇത്രയും നല്ലൊരു പുരസ്കാരം കിട്ടിയതിൽ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നിമിഷത്തിൽ ആ അഭിമാനം നമ്മുടെ നാടുമായിട്ട് ആ അഭിമാനം സന്തോഷകരമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വാർഡ് കൗൺസിലർ ഇവിടെ കാഞ്ഞിരമറ്റം ടെമ്പിൾ റോഡിൽ ടൗണിൽ നിന്ന് തിരിയുന്ന ഭാഗത്ത് ഒരു മരിയൽ ലോഡ്ജ് ജംഗ്ഷൻ വളവിൽ വെച്ചിട്ട് അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരുന്നു. പക്ഷേ ഏതോ ജാതി പ്രശ്നമാണോ, മതപ്രശ്നമാണോ, രാഷ്ട്രീയ പ്രശ്നമാണോ, എന്ത് പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല. അത്തരത്തിൽ അതിനെ വലിച്ചേറി വികൃതമാക്കി വച്ചിരിക്കുന്ന ഒരു വളരെ നികൃഷ്ടമായ ഒരു പ്രവൃത്തിയാണ് അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിച്ചത്. അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം ചെയ്തപ്പോൾ അതിനെ ഇത്രയധികം വൃത്തിഹീനമായിട്ട് കാണിച്ചുവെങ്കിൽ അത് വളരെയധികം വേദനാജനകം തന്നെയാണ്. ജനകീയ സമരത്തെ തുടർന്ന് നാലുവരിപ്പാതയിൽ അടച്ചുപൂട്ടിയ ബിവറേജസ് ഔട്ട്ലെറ്റ് വീണ്ടും തുറക്കുവാനുള്ള നടപടികളിൽ നിന്നും അധികാരികൾ പിന്മാറണമെന്ന് ജനകീയ സമരസമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തതും പരാതികളില്ലാത്തതുമായ പ്രദേശങ്ങളിലേക്ക് ബിവറേജസ് മാറ്റി സ്ഥാപിക്കണമെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സമരസമിതി ചെയർമാൻ KM അൻസാർ, കൺവീനർ നിസാമുദ്ദീൻ, രക്ഷാധികാരികളായ MS ജബ്ബാർ മുണ്ടുപറമ്പിൽ, രവീന്ദ്രനാഥ് പാലപ്പള്ളി, സലീം കവണിപ്പറമ്പിൽ, സുരേഷ് കുമാർ ഐമുറി മഠത്തിൽ എന്നിവർ പങ്കെടുത്തു. ഇത്രയും ജനങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഈ സ്ഥാപനം വീണ്ടും ഇവിടെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്, അതിനെതിരായി സമരസമിതി വരും കാലങ്ങളിൽ ഇനി ഇവിടെ വന്നാൽ ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഈ സുപ്രീം കോടതിയിലെ ഒരു വിധി പാതയോരങ്ങളിൽ നിന്നും അപകടത്തെ തുടർന്ന് പാതയോരങ്ങളിൽ നിന്നും ഇത് മാറ്റണമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പാതയോരം എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി റെക്കാർഡിക്കലായിട്ട്
പാതയോരം NH47 അങ്ങനെ ദേശീയപാത അല്ലെങ്കിലും ഒരു ദേശീയപാതയേക്കാൾ ഏറ്റവും കൂടുതൽ വാഹനം ഓടുന്ന ഒരു മേഖലയാണ് ഈ 4 ലൈൻ എന്ന് പറയുന്നത്. ടൗണിന്റെ നാനാഭാഗത്തേക്കും ടൗൺ ടച്ച് ചെയ്യാതെ കിഴക്കൻ മേഖലകളിലേക്ക് വാഹനങ്ങൾ പോകുന്ന ഏക ഒരു റൂട്ടാണ് 4 വരി 4 ലൈൻ മങ്ങാട്ടുകര വെങ്ങല്ലൂർ ബൈപ്പാസ്. അതിലാണ് ഇത് മെയിനായിട്ട് വരുന്നത്. ഈ സമരം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് ഉണ്ടായിരുന്ന ആളുകൾക്കറിയാം, ഈ സമരം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായതാണ് ശ്രദ്ധയില്ലാതെ. അപ്പം വൻ ആക്സിഡന്റുകൾക്ക് ഒരു അപകടങ്ങൾക്കും സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ജനത്തിന്റെ സുരക്ഷയെ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലൊരു വിധിയെങ്കിൽ ഒരു കാരണവശാലും ഈ സ്ഥാപനം അവിടെ വരുവാൻ പാടില്ല. ഇന്ന് വരെ സമാധാനപരമായിട്ട് അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശമാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇളന്തേശം ബ്ലോക്കിന്റെ രജത ജൂബിലി സമ്മേളനവും വാർഷിക പൊതുയോഗവും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. തദവസരത്തിൽ മുൻകാല ബ്ലോക്ക് പ്രവർത്തകരായ KN രാമചന്ദ്രൻ, കുര്യൻ ഫിലിപ്പ്, KM ജോസഫ്, KM ഖദീജ ഉമ്മ, M ജോസഫ് മാത്യു എന്നിവരെ ആദരിച്ചു. VK മണി, NR നാരായണൻ, VV ഫിലിപ്പ്, S ഇന്ദിര, EA കമലാക്ഷി തുടങ്ങിയവർ സംസാരിച്ചു. കൌൺസിൽ യോഗത്തിൽ 2017-18 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ബ്ലോക്ക് പ്രസിഡന്റ് NA ജെയിംസ് നന്തളത്ത്, സെക്രട്ടറി VM ജോസ് വണ്ടനാക്കര, ട്രഷറർ AV ജോൺ ഉൾപ്പെടെ 21 അംഗ കമ്മിറ്റിയും 22 ജില്ലാ കൌൺസിൽ അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ജില്ലാ ആസ്ഥാനത്തെ അഭിമാനമായ ഇടുക്കി ഹിൽവ്യൂ പാർക്കിൽ ശൌചാലയങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അസൗകര്യങ്ങളുടെ പിടിയിൽ പാർക്കിലെ പ്രവർത്തനങ്ങൾ അവതാളത്തിൽ. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നിയന്ത്രണത്തിലാണ് ഇടുക്കി ഹിൽവ്യൂ പാർക്ക്. ഇടുക്കി ജലാശയത്തിന്റെയും മൂന്നാർ കുയിലിമലകളുടെയും വിദൂര ഭംഗിയും ആസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ പ്രദേശം കൂടിയാണ് ഇവിടം. ഇതിനാൽ തന്നെ നിരവധി സഞ്ചാരികളാണ് പ്രതിദിനം ഇവിടെ വന്നു പോകുന്നത്. എന്നാൽ പാർക്കിൽ എത്തുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ ലഭിക്കാറില്ല. കഴിഞ്ഞ 3 ആഴ്ചയായി പാർക്കിലെ ടോയ്ലറ്റുകൾ പ്രവർത്തിക്കുന്നില്ല. കൊച്ചുകുട്ടികളുമായി പാർക്കിൽ എത്തുന്ന തങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി സന്ദർശകർ പറയുന്നു. ഇവിടെ 20 രൂപ പാസ് കൊടുത്താണ് കയറി വരുന്നത്. ഇവിടെ ബാത്റൂം സൗകര്യം ഇല്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ വെള്ളമില്ല. ഇവിടെ ഇനി എന്തെങ്കിലും ബാത്റൂം സൗകര്യത്തിന് ചെറുതൊഴിട്ടാണ് വരെ പോകേണ്ട അവസ്ഥയാണ്. കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പം അത് വളരെയേറെ ബുദ്ധിമുട്ടാണ്. തീപിടുത്തത്തിൽ ജലവിതരണം നടത്തുന്ന പൈപ്പുകൾ കത്തിപ്പോയതാണ് ടോയ്ലറ്റുകൾ അടച്ചിടുവാൻ കാരണം. എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും ജലവിതരണ പൈപ്പുകൾ പുനഃസ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. 20 രൂപ പ്രവേശന ഫീസ് നൽകിയാണ് സന്ദർശകർ ഇവിടെ പ്രവേശിക്കുന്നത്. മലമുകളിലെ പാർക്കിലെത്തുന്ന സന്ദർശകർ പ്രാഥമിക ആവശ്യങ്ങൾ നടത്താൻ മാത്രം സമീപ ടൗണായ ചെറുതോണിയിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ്. DTPC അധികൃതരും ജില്ലാ ഭരണകൂടവും ഈ കാര്യത്തിൽ ഇടപെടലുകൾ നടത്തണമെന്ന ആവശ്യം ശക്തമാണ്. രാജകുമാരി പഞ്ചായത്തിലെ ക്ഷീരകർഷകർക്കുള്ള കാലിത്തീറ്റ സബ്സിഡി വിതരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. കൂമമ്പാറ അപ്കോസിൽ നടന്ന കാലിത്തീറ്റ സബ്സിഡി വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PT എൽദോ നിർവഹിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ 2016-17 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 5,50,000 രൂപയാണ് സബ്സിഡിയായി വിതരണം ചെയ്തു വരുന്നത്. ക്ഷീരമേഖലയ്ക്ക് ഉണർവ് ഏകാൻ കർഷകർക്ക് പ്രോത്സാഹനമെന്ന നിലയിലാണ് സബ്സിഡി വിതരണം നടത്തുന്നത്. പഞ്ചായത്തിലെ 5 ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളിലെ മുഴുവൻ കർഷകർക്കും സബ്സിഡി വിതരണം ചെയ്തു. സംഘത്തിൽ അളന്ന പാലിന്റെ അളവിനനുസരിച്ചാണ് കർഷകർക്ക് സബ്സിഡി നൽകി വരുന്നത്. 1 ലിറ്റർ പാലിന് 4 രൂപ വീതമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. പഞ്ചായത്ത് തല ഉദ്ഘാടനം കുമ്പമ്പാറ അപ്പോക്സിന്റെ നേതൃത്വത്തിൽ കജനപ്പാറ വ്യാപാര ഭവനിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TC ബിനുവിന്റെ അധ്യക്ഷതയിൽ നടന്ന സബ്സിഡി വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PT എൽദോ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാധാമണി പുഷ്പജൻ, പഞ്ചായത്ത് മെമ്പർമാരായ AP വർഗീസ്, പരിമളം ജയഗണേശ്, അമുദ വല്ലഭൻ, CPM കജനപ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P രാജാറാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം പ്രസിഡന്റ് ഷാജി കൊച്ചുകരോട്ട്, അപ്കോസ് പ്രസിഡന്റ് MM ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തെരഞ്ഞെടുത്ത 100 സർക്കാർ സ്കൂളുകൾക്ക് UAE എക്സ്ചേഞ്ച് സൗജന്യമായി നൽകുന്ന കമ്പ്യൂട്ടറുകളുടെ വിതരണം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 തൊടുപുഴ ഗവൺമെന്റ് VHSൽ വെച്ച് നടത്തും. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന യോഗത്തിൽ VHSന് അനുവദിച്ച 2 കമ്പ്യൂട്ടറുകളുടെയും ഒരു പ്രോജക്ടിന്റെയും കൈമാറ്റം UAE എക്സ്ചേഞ്ച് തൊടുപുഴ ബ്രാഞ്ച് മാനേജർ എൽദോ ഉതുപ്പാൻ നിർവഹിക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VS സെയ്ദ് മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ പ്രിൻസിപ്പൽ ഷൈജി തോമസ് സ്വാഗതവും മുനിസിപ്പൽ കൌൺസിലർ PA ഷാഹുൽ ഹമീദ് ആശംസാ പ്രസംഗവും സംഘടനാ സെക്രട്ടറി അഡ്വക്കേറ്റ് EA റഹീം നന്ദിയും പ്രകാശിപ്പിക്കും. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുക്കും. വണ്ണപ്പുറം കവിതാ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ലൈബ്രറിയിൽ വെച്ച് കടമനിട്ട അനുസ്മരണ യോഗവും അവാർഡ് ജേതാക്കളായ പ്രശസ്ത കവികൾ സുകുമാർ അരിക്കുഴയ്ക്കും തൊമ്മങ്കുത്ത് ജോയ്ക്കും സ്വീകരണവും കവിയരങ്ങും നടത്തും.
ലൈബ്രറി വൈസ് പ്രസിഡന്റ് ഷിജോ സെബാസ്റ്റിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ ലൈബ്രറി കൗൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം KM ബാബു ഉദ്ഘാടനം നിർവഹിക്കും. സാഹിത്യകാരൻ ബാബു പള്ളിപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തും. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ലീല തങ്കൻ, ജഗദമ്മ വിജയൻ, ഷൈനി റെജി എന്നിവർ പ്രസംഗിക്കും. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉള്ളവർക്ക് വേണ്ടി നടത്തുന്ന തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ ബ്ലോക്ക് ഹാളിൽ വെച്ച് നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി പോൾ അധ്യക്ഷനായിരുന്നു. ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾ നമ്മളുടെ ഇടയിൽ ധാരാളമുണ്ട്. അവരെ സംബന്ധിച്ചുള്ള അവരുടേതായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വളരെ പോസിറ്റീവായിട്ട് ഗവൺമെന്റ് ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള വളരെയേറെ നല്ല കാര്യങ്ങളിലേക്ക് സജീവമായി ഇടപെടുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നറിയപ്പെടും. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിൻസി സോയി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിനോജ് ജോസ്, വിദ്യാഭ്യാസ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീഷ് കേശവൻ, ബ്ലോക്ക് മെമ്പർമാരായ വിനീത അനിൽകുമാർ, ഷൈനി ഷാജി, അന്നമ്മ ചെറിയാൻ, ബ്ലോക്ക് പ്രേരക് ഡയസ് ജോസഫ്, PN നാസർ, ട്രാൻസ്ജെൻസ് ഭാരവാഹികളായ ജാസ്മിൻ, ഷെറിൻ, സൂര്യ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. ഇപ്പം സെക്സ് വർക്ക് ചെയ്യാതെയും ബെഗിങ് ചെയ്യാതെയും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ ഞങ്ങളുടെ പ്രോജക്റ്റ് വഴി ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. പെണ്ണായി ജനിച്ചിട്ട് ആണായി ജീവിക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. അവർക്ക് സെക്ഷൽ റീഅസൈൻമെൻറ്റ് സർജറി ഒക്കെ ചെയ്ത് അവരാണായി തീർന്നിട്ടുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ SR സർജറി ചെയ്ത് പെണ്ണായി തീർന്ന ആളുകളും ഞങ്ങളുടെ ഇടയിലുണ്ട്. ഒരു ഭാഗത്തുനിന്ന് ഈ ഗവൺമെൻറ് ഞങ്ങൾക്ക് നന്മ ചെയ്യുകയും പിന്നെ ഈ ഗവൺമെൻറ് അതേ സംവിധാനമായി പോലീസ് ഞങ്ങളെ സദാചാര ഗുണ്ടകളെ പോലെ ഞങ്ങൾ അടിച്ചോടിക്കുകയും എറണാകുളത്ത് നിന്ന് പ്രത്യേകം എറണാകുളം, തൃശ്ശൂർ അങ്ങനെയുള്ള ഏരിയയിൽ ഞങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഞങ്ങളെ ഉപദ്രവിക്കാനും ഞങ്ങളെ ഇവിടെ നാട്ടി പയറ്റാനും ശ്രമിക്കുന്ന അവരുടെ കുടുംബങ്ങളിൽ ഞങ്ങളിപ്പോൾ അവിടെ ഉണ്ടായാൽ അവരെന്ത് ചെയ്യും? അതിനെ കൊന്നു കളയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞങ്ങളെ ഉപദ്രവിക്കുകയും ഞങ്ങളെ ഇവിടെ നാട്ടിപ്പയക്കുകയും ചെയ്യുന്നവരുടെ കുടുംബത്തിൽ എങ്ങനെ അവരുണ്ടാകാണ്ടിരിക്കില്ല എന്ന് ആരും കണ്ടു. അതുകൊണ്ട് നമ്മുടെ നേരെ കൈ ചൂണ്ടുമ്പോൾ എൻ്റെ കുടുംബത്തിലും ഇതുപോലൊരു ഭിന്നലിംഗത്തിൽപ്പെട്ട, ഭിന്നലിംഗം എന്ന് പറയുന്നത് തെറ്റാണ്, ഞങ്ങൾക്ക് ഒരു ഭിന്നത്വം ഇല്ല, ഞങ്ങൾ സാധാരണ മനുഷ്യർ തന്നെയാണ്. ട്രാൻസ്ജെൻഡേഴ്സ് എന്നാണ് ഞങ്ങളെല്ലാവരും പൊതുവെ ഉപയോഗിക്കുന്ന വേർഡ്. അതിന് മലയാളികൾക്കായിരിക്കും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരു കുട്ടി ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർസെക്സ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാനതിനെ കൊന്നു കളയും. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഞങ്ങളോടുള്ള ഹരാസ്മെന്റും അവരെയൊക്കെ മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ. വെങ്ങല്ലൂർ നടയിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവം വ്യാഴാഴ്ച സമാപിക്കും. സമാപന ദിവസമായ മാർച്ച് 30-ന് 8:45-ന് കുംഭകുടം, താലപ്പൊലി ഘോഷയാത്ര, 12:30-ന് ഓട്ടൻതുള്ളൽ, വൈകിട്ട് 5-ന് പകൽപൂരം, 11-ന് മുടിയേറ്റ്, 3-ന് ഗരുഡൻ തൂക്കം എന്നിവ ഉണ്ടായിരിക്കും. കേരളത്തിലെ പ്രമുഖ ജുവലറിയായ ജോസ്കോ ജുവലറിയുടെ തൊടുപുഴ ഷോറൂമിന്റെ വാർഷികത്തോടനുബന്ധിച്ച് നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാവിലെ 10 മുതൽ വൈകുന്നേരം 7 മണി വരെ നിർത്താതെ സ്ത്രീകളുടെ ചെണ്ടമേളം നടത്തിയത് വിവാദമാകുന്നു. കടുത്ത ചൂടിൽ വിശ്രമം നൽകാതെ ഇവരുടെ തൊഴിലിനെ ജുവലറി ഉടമ ചൂഷണം ചെയ്യുകയായിരുന്നു. തൊഴിലാളികൾക്ക് കടുത്ത ചൂടുള്ളപ്പോൾ 12 മണി മുതൽ 3 മണി വരെ വിശ്രമം അനുവദിക്കണമെന്ന നിയമം നിലനിൽക്കെയാണ് ഈ ചൂഷണം.
തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയുടെയും സെന്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വാർഷിക ധ്യാനവും സംഗീത വിരുന്നും ഉണ്ടായിരിക്കുമെന്ന് സെന്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് റവറന്റ് ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ അറിയിച്ചു. നോമ്പുകാലത്തിലൂടെ BBC-യുടെ കാൽവരിയുടെ സന്ദേശമാണ് ഇനി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോ മിശിഹായിൽ അനുഗ്രഹീതരായ സഹോദരീ സഹോദരന്മാരെ, ഈശോയുടെ പീഡാനുഭവ സ്മരണയിലൂടെ നോമ്പുകാല ചൈതന്യത്തിൽ മുന്നോട്ട് പോകുന്ന നമുക്ക് ആത്മാർത്ഥമായ ആത്മസമർപ്പണത്തിന്റെ ചിന്തകൾ ഇന്ന് പങ്കുവയ്ക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിന്റെ 17-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം മുഴുവൻ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ കിട്ടാതെ കൊടിയ വരൾച്ചയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവ് ഏലിയ പ്രവാചകനെ സറപ്തായിലെ ഒരു വിധവയുടെ പക്കലേക്ക് അയക്കുന്നു. പ്രവാചകൻ പട്ടണ കവാടത്തിലെത്തുമ്പോൾ വിധവ വിറക് ശേഖരിക്കാനായിട്ട് പോവുകയാണ്. അവൻ അവളോട് പറഞ്ഞു, അല്പം വെള്ളം കുടിക്കാൻ തരിക. ഉടനെ പ്രവാചകന് ദാഹജലം നൽകാൻ അവൾ ഓടിയപ്പോൾ ഓടുന്ന വഴിയിൽ പ്രവാചകൻ പറഞ്ഞു, അല്പം അപ്പവും കൂടി തരിക. അവൾ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ദൈവമായ കർത്താവാണേ, കലത്തിൽ 1 പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമേ ഉള്ളൂ. ഞാൻ വിറക് ശേഖരിക്കാൻ പോവുകയാണ്. വിറക് ശേഖരിച്ച് വന്നിട്ട് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ കുഞ്ഞിനും കഴിക്കണം. അതിനുശേഷം ഞങ്ങളും മരിക്കും. പ്രവാചകൻ അവളോട് പറഞ്ഞു, നീ ആദ്യം പോയി അപ്പമുണ്ടാക്കി എനിക്ക് കൊണ്ടുവന്ന് തരിക. വരൾച്ച അവസാനിക്കും വരെ നിന്റെ ഭരണിയിൽ എണ്ണ വറ്റുകയോ കലത്തിൽ മാവ് തീർന്നു പോവുകയോ ചെയ്യുകയില്ല. ദൈവപുരുഷന്റെ വാക്ക് കേട്ട് അവൾ അനുസരണയോടെ അപ്പമുണ്ടാക്കി കൊടുത്തു. അനേക നാളുകൾ വരൾച്ച അവസാനിക്കുന്നതുവരെ അവളും കുഞ്ഞും പ്രവാചകനും വിശപ്പടക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരാത്ത വിധം ദൈവമായ കർത്താവ് അവളുടെ ഭരണിയിൽ എണ്ണ വറ്റിച്ചില്ല, കലത്തിൽ മാവ് തീർത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പുകാലം നമ്മുടെ മുമ്പിൽ വരുന്ന ആവശ്യക്കാരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ദൈവിക ചൈതന്യം, ദൈവിക സ്വരം, ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവപുരുഷരായി കണ്ടുകൊണ്ട് അവർക്ക് നന്മ ചെയ്ത് ജീവിതത്തിൽ ഒരിക്കലും നിലയ്ക്കാത്ത നന്മ സ്വീകരിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനുള്ള കൃപാവരങ്ങൾ നമ്മളിൽ നിറയ്ക്കട്ടെ. ബിസിനസ് വാർത്തകൾ. തൊടുപുഴ പാലാ റോഡിൽ ടൗൺ പള്ളിക്ക് സമീപം പുളിമൂട്ടിൽ പയനീറിൽ കൺട്രിക്കൽ ഹോളിഡേയ്സിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ സബിയ ജവാർ നിർവഹിച്ചു. ടിക്കറ്റുകളുടെ വിതരണോദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ ജെയിംസ് കൺട്രിക്കൽ നിർവഹിച്ചു. ഷാജു നോബിൾ എന്നിവർ ടിക്കറ്റുകൾ ഏറ്റുവാങ്ങി. മാത്യു കൺട്രിക്കൽ, സണ്ണി കൺട്രിക്കൽ, വിവിധ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിമാന ടിക്കറ്റുകൾ, പാസ്പോർട്ട്, വിസ, ടൂർ പാക്കേജ്, മണി എക്സ്ചേഞ്ച് തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്.
ചരമ വാർത്തകൾ. തൊടുപുഴ വടക്കേക്കര ബിനോ വി.എ. നിര്യാതനായി. 50 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞിട്ട് 3-ന് തൊടുപുഴ തെനങ്ങുന്ന് പള്ളിയിൽ. ഭാര്യ ഷിജി, ചേർത്തല കുത്തിയതോട് മനത്തോടത്ത് കുടുംബാംഗം. മക്കൾ അമൽ, അനീന. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2725 രൂപ, വെള്ളി ഗ്രാമിന് 44 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 147 രൂപ, RSS 5 കിലോഗ്രാമിന് 140 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് മൂന്നാറിലുണ്ടായ കയ്യേറ്റങ്ങൾ മൂന്നാർ ഒഴിപ്പിക്കലിന്റെ ഉപജ്ഞാതാവായ VS അച്യുതാനന്ദൻ കാണാതെ പോയത് ദൗർഭാഗ്യകരമായി പോയെന്ന് CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനവും നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SSLC +2 പരീക്ഷയിലെ ക്രമക്കേടിനെ പറ്റി സമഗ്ര അന്വേഷണം നടത്തുക, കുട്ടികളെ വഞ്ചിച്ചതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTIയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷന് സമീപം സായാഹ്ന ധർണ നടത്തി. ജനകീയ സമരത്തെ തുടർന്ന് നാലുവരിപ്പാതയിൽ അടച്ചുപൂട്ടിയ ബിവറേജസ് ഔട്ട്ലെറ്റ് വീണ്ടും തുറക്കുവാനുള്ള നടപടികളിൽ നിന്നും അധികാരികൾ പിന്മാറണമെന്ന് ജനകീയ സമരസമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി നടത്തുന്ന തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഇടുക്കി ജില്ലാ ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.